ബ്രിട്ടീഷ് ടാബ്ലോയിഡ് പത്രമായ ദി സൺ അവർ ഒരു അതീവ ഗുരുതരമായ അല്ലെങ്കിൽ ഏറെ ഗൗരവമുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുസ്തഫ ഖമനേയി, അതായത് ഖമനേയിയുടെ രണ്ടാമത്തെ മകൻ, ആയത്തുള്ള അലി ഖമനേയിയുടെ രണ്ടാമത്തെ മകൻ 55 വയസ്സുള്ള മുസ്തഫ ഖമനേയി ആയിരുന്നു പിന്നീട് ഖമനേയിയുടെ മരണശേഷം ഇറാന്റെ പിൻഗാമിയായി വന്നത് എന്നാണ്, അല്ലെങ്കിൽ ഭരണ നേതൃത്വം ഏറ്റെടുത്തത് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോ മുസ്തഫ ഖമനേയിയെ കാണാനില്ല. ഇപ്പൊ പുറത്തു വരുന്ന വിവരം, ദി സൺ പുറത്തുവിട്ടിരിക്കുന്നത് ടെഹ്റാനിലെ സീന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അതീവ ഗുരുതര അവസ്ഥയിൽ ചികിത്സയിലാണ് മുസ്തഫ ഖമനേയി എന്നാണ്. അവിടുത്തെ തന്നെ ആരോഗ്യമന്ത്രി, ഇറാന്റെ ആരോഗ്യമന്ത്രി മുഹമ്മദ് റസ സഫർ ഗണ്ടിയാണ് ഇദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. ഇദ്ദേഹം ആരോഗ്യമന്ത്രിയും ട്രോമ സർജനും ഒക്കെയാണ്. അതായത് വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. ഒരു കാല് പോയി എന്ന് പറയുന്നു, കോമയിലാണെന്ന് പറയുന്നു, ആന്തരിക അവയവങ്ങൾ തകർന്നു എന്ന് പറയുന്നു. എന്തായാലും ആ ആശുപത്രി, ടെഹ്റാനിലെ ഈ സീന ആശുപത്രി മുഴുവൻ കനത്ത സുരക്ഷാ വലയത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ഈ മുസ്തഫ ഖമനിയുടേതായി വരുന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറാൻ ടെലിവിഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. അത് പറയുന്നത്, ഞങ്ങളുടെ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കും. യഥാർത്ഥത്തിൽ മുസ്തഫ ഖമനി ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ? എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഒരു രാജ്യത്തിന്റെ സൈന്യം അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത് ആ സൈന്യാധിപൻ നെഞ്ചുറപ്പോടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള തോന്നൽ ഉളവാകുമ്പോഴാണ് ഇവിടെ ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു. ഈ പരമോന്നത നേതാവ് 86-ാം വയസ്സിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഖമനേയി ആരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ചില പദ്ധതികളൊക്കെ ഇവർ ആസൂത്രണം ചെയ്തു. പക്ഷേ ഇവരുടെ ഈ പറയുന്ന ഈ മത മേലധ്യക്ഷന്മാരുടെ സഭയുണ്ട്. ഇത് കൂടാൻ അവർക്ക് തന്നെ പേടിയാണ്. കാരണം അങ്ങനെ കൂടുന്ന ഒരു സമയത്ത് ഇസ്രയേൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തുമെന്ന് അവർ ഭയപ്പെടുന്നു. എന്തായാലും ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെട്ടപ്പോൾ ആയത്തുള്ള അലി ഖമനേയി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ആയത്തുള്ള പോലും ആകാത്ത മകൻ, 55-56 വയസ്സുണ്ട്, മുസ്തഫ ഖമനേയിയെ വീണ്ടും ഈ പരമോന്നത നേതാവിൻ്റെ പദവിയിലേക്ക് ഇരുത്തുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഈ അച്ഛൻ കൊല്ലപ്പെട്ടതിൻ്റെ രക്തസാക്ഷിത്വം അനുകൂലമാക്കി എടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. ഇയാൾ അതിനേക്കാൾ കടുത്ത മത തീവ്രവാദിയാണ്. മാത്രമല്ല വിവിധ രാജ്യങ്ങളെ 1000 കോടി രൂപയോളം അല്ലെ രൂപയിലധികം സ്വത്തുകളൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നേരായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളൊന്നുമല്ല. മതാധിപത്യത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മത നേതൃത്വത്തെ കയ്യിലെടുക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഭരണത്തിന്റെ തണലിൽ എന്ത് അനാവശ്യമായ ധിക്കാരവുമൊക്കെ കാണിക്കാൻ കഴിയുന്ന ഒരാളാണ്. ഇവിടെ ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ 40ഓളം ഉദ്യോഗസ്ഥരെ ഒരു ബിൽഡിങ്ങിൽ വെച്ച് കൃത്യമായ ലക്ഷ്യത്തോടെ ഇസ്രായേലിനെ ആക്രമിച്ച് കൊല്ലാമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്ര കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. മൊസാദ് എത്രയോ കാലമായിട്ട് ഇറാനിലെ തെരുവുകളിലുള്ള ഈ പറയുന്ന ക്യാമറകൾ, ഈ ക്യാമറകളെ പോലും നിരീക്ഷിച്ചുകൊണ്ടല്ലേ അതിലെ വിവരങ്ങൾ രഹസ്യമായി ഒപ്പിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല ഇവിടെ മുസ്തഫ ഖമനേയി അധികാരമേറ്റ ഉടനെ തന്നെ പറയുന്നത്, ഞങ്ങളെ അമേരിക്ക ആക്രമിച്ചു, അതിന് ശക്തമായ പ്രതികാരം ഞങ്ങൾ ചെയ്യും എന്ന രീതിയിൽ പ്രസ്താവനയും പുറത്തിറക്കി. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒപ്പം സൈന്യത്തിനൊക്കെ ആത്മവിശ്വാസം നൽകുക. ഒരു സൈന്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ കീഴിൽ നിൽക്കേണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാന്റെ അണ്ടറിൽ നിൽക്കണം. പക്ഷേ പെസഷ്കിയാൻ പറയുന്നു GCC രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾ യുദ്ധത്തിലില്ല എന്ന്. മണിക്കൂറുകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ GCC രാജ്യങ്ങളിലെ പല മേഖലകളിലും എണ്ണപ്പാടങ്ങൾക്കടുത്ത്, എയർപോർട്ടിനടുത്ത് ഒക്കെ തന്നെ വൻകിട കെട്ടിടങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായി. ഇത് നടത്തിയതാരാ? IRGC ആണ്. അപ്പോൾ IRGCയുടെ നിയന്ത്രണം എല്ലായ്പ്പോഴും പരമോന്നത നേതാവിനാണ്. ഈ പരമോന്നത നേതാവാണ് ഇവിടെ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഇതേ ആള് വന്ന് ചുമതല ഏറ്റെടുത്തതിന് ശേഷം വിശ്രമിക്കുകയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്ത കെട്ടിടത്തിന് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. അപ്പോൾ ഇസ്രായേൽ ആ സ്ഥലങ്ങളെ സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. IRGCയുടെ ഉപവിഭാഗം എന്നറിയപ്പെടുന്ന ഖുർസ് ഫോഴ്സ് ഉണ്ട്. ഖുർസ് ഫോഴ്സിൻ്റെ തലവനായിട്ടുള്ള ഈ പറയുന്ന ഖാനി എന്ന് പറയുന്ന ആള് ഇബ്രാഹിം ഖാനി ഈ പറയുന്ന മൊസാദിന്റെ ചാരനാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ, മുഹമ്മദ് ഖാനി. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കൃത്യമായി ചാരപ്രവർത്തനം നടത്താൻ ഇസ്രായേലിന് സാധിക്കുന്നതുകൊണ്ടാണ് ഇയാൾ വിവിധ കെട്ടിടത്തിന് നേരെയും ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണം ഉണ്ടായതിന് ശേഷം ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാസ്തവമാണ്. 2 കാലുകളും തകർന്നു പോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാലുകൾ നഷ്ടപ്പെട്ട, ആഘാതത്തിൽ ആന്തരാവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിലാണോ അതോ ചത്തതിനൊക്കുമായി ജീവിച്ചിരിക്കുക എന്ന പോലെ ചത്ത പോലെ കിടക്കുകയാണോ ഒന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരാൾ ചത്തു എന്ന് പറയുന്നത് ഇറാന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അതായത് യുദ്ധത്തെ നയിക്കേണ്ട നായകൻ അവിടെ മരണത്തിന് കീഴടങ്ങിയെന്ന് പറഞ്ഞാൽ ആ സൈന്യം പരിഭ്രാന്തരാകും. ജനങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയിലാണ്, ചികിത്സയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ
വാർത്തകൾ പ്രചരിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടനിലെ ഒരു ടാബ്ലോയിഡ് മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇസ്രായേലിൻ്റെ ഒരു തന്ത്രം, ഇസ്രായേലിൻ്റെ തന്ത്രം അനുസരിച്ച് ഓരോ തവണയും, അതായത് ഈ മൊസാദിൻ്റെ തന്ത്രമാണ്, ഈ പറയുന്ന ഹമാസിൻ്റെ തലവനായി വരുന്നവരുടെ അവസ്ഥ എന്തായിരുന്നു? ഒരു തലവൻ വരുന്നു, കൊല്ലപ്പെടുന്നു, അടുത്ത തലവൻ വരുന്നു, കൊല്ലപ്പെടുന്നു, അടുത്തയാൾ ചുമതലയേൽക്കാൻ വരുന്നു, കൊല്ലപ്പെടുന്നു എന്ന് പറയുന്ന പോലെയാണ്. അയത്തുള്ളയായിട്ട് അല്ലെങ്കിൽ അടുത്ത പരമോന്നത നേതാവായിട്ട് വരുന്ന ആൾ ആരാണോ അയാളെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും. ഇത് ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞാണ്. അതുകൊണ്ട് മൊജ്തബ ഖമനേയിക്ക് നേരെ നടത്തിയ ആക്രമണം ഏതാണ്ട് സക്സസ് ആണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറയണമെങ്കിൽ കൃത്യമായി നടപ്പാക്കി അത് സക്സസ് ആണെന്ന് തെളിവ് കിട്ടിയതിന് ശേഷം മാത്രമേ വരത്തുള്ളൂ. അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന് ആ കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള വീഡിയോ ദൃശ്യങ്ങളോ ഫോട്ടോസോ നെതന്യാഹു കണ്ടതിന് ശേഷമാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇവിടെ ഇപ്പോഴും നെതന്യാഹു ലോകത്തോട് വിളിച്ചു പറയുന്നില്ല. പക്ഷേ വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു ഈ മൊജ്തബ ഖമനേയിക്ക് നേരെ ആക്രമണം ഉണ്ടായി, അയാൾ ഗുരുതരാവസ്ഥയിലാണെന്ന്. ഒരു പക്ഷേ ഈ ആശുപത്രി കിടക്കയിൽ തന്നെ ആയിരിക്കാം അയാൾ ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷേ ഇറാനിയൻ ജനതയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇറാനിയൻ സൈന്യത്തിന് കൂടുതൽ പവറോടെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് എല്ലായ്പ്പോഴും ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സിനിജി പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഇറാന്റെ നേതൃത്വം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മൊജ്തബ ഖമനേയി കൂടി മരിച്ചു എന്ന് പറയുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാവും. പിന്നീട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഇറാന് പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. കാരണം ഇപ്പോൾ ട്രംപ് പറയുന്നത് എന്താണ്, ഇസ്രായേൽ ഈ അടുത്ത കാലത്തൊന്നും വലിയ പ്രസ്താവനകൾ ഇറാനെതിരെ നടത്തിയതായി കാണുന്നില്ല. പക്ഷേ ഇന്നലെ വടക്കൻ ഇസ്രായേലിലൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഇറാൻ നടത്തിയിരുന്നു. ഇപ്പോൾ ട്രംപ് പറയുന്നത് യുദ്ധം ഇപ്പോഴൊന്നും അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. എന്നാൽ ഇപ്പോൾ മൊജ്തബ ഖമനേയിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നടക്കുന്ന രീതിയിലേക്ക് അല്ല ഇപ്പോൾ ഇറാനിലെ ആക്രമണങ്ങൾ നടക്കുന്നത്. കാരണം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലാണെങ്കിൽ അവരുടെ ഒരു ആധിപത്യം അവർ കാണിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ട്. ഇതൊന്ന് ഖത്തറിലൊക്കെ ഇന്നലെ മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖത്തർ എനർജി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ എണ്ണ കമ്പനി, അവിടേക്ക് വരെ ഇറാന്റെ മിസൈൽ പതിച്ച് എണ്ണ മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്ന എണ്ണയുടെ കാര്യത്തിൽ വരെ വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഇറാൻ കഴിയുന്നതിന്റെ മാക്സിമം പ്രതിരോധിക്കുന്നുണ്ട്. അപ്പോഴും ഈ മൊജ്തബ ഖമനേയി മരണപ്പെട്ടു, അല്ലെങ്കിൽ മരണത്തിന്റെ വക്കിലാണ്, നില അതീവ ഗുരുതരമാണ്. ഇദ്ദേഹം താമസിക്കുന്ന സീന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ടെഹ്റാനൊക്കെ എനിക്ക് തോന്നുന്നു ഇസ്രായേൽ നിലംപരിശാക്കിയ സ്ഥലങ്ങളാണ്. ഇപ്പൊ പറയുന്നത് അവിടെ ചികിത്സയിലാണ് അദ്ദേഹം. അവിടെ വലിയ ഗുരുതരമായ അവസ്ഥയിൽ എന്ന് പറയുന്നത്, ഇനിയും സൂചിപ്പിച്ചതുപോലെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും ഒരു വിവരവും ഇല്ല. ഇസ്രായേൽ അത് പുറത്തുവിടുന്നത് വരെ നമുക്ക് അറിയാനും കഴിയില്ല. ഇനി മരിച്ചെങ്കിൽ തന്നെ ഇറാൻ ചിലപ്പോൾ അത് പുറത്തുവിടാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും മുന്നോട്ടുള്ള ഇറാന്റെ പോക്ക് ഒരു നാഥനില്ലാ കളരി പോലെയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കുർദ് ഫോഴ്സ് എന്ന് പറയുന്നത് വിമതർ അല്ലെ, IRGCയുടെ ഒരു ഉപവിഭാഗമാണ്. അപ്പൊ അത് ഈ ഇറാന്റെ വിമത വിഭാഗം എന്നല്ലേ പറയുന്നത്. അതായത് ഇറാന്റെ ഭരണകൂടത്തിന് അപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്ന, അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന, ഇവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാനല്ലേ അമേരിക്ക ശ്രമിക്കുന്നത്. അല്ലല്ല, അത് ഇറാഖിലെ ഒരു സേനയെ രംഗത്തേക്ക് ഇറക്കാനാണ് ശ്രമം. അത് ഇറാഖിലെ വിമത വിഭാഗത്തെ രംഗത്തിറക്കിയിട്ട് ഇറാഖിനെതിരെ യുദ്ധം. ഇവിടെ അങ്ങനെയല്ല. ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ തങ്ങൾക്ക് അവസാനം വരെ പിടിച്ചു നിൽക്കണമെന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവർ അന്തിമ യുദ്ധത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് ശേഷം മൊജ്തബ ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ അവർ ബിഗ് സീറോ ആയിപ്പോയി. അതുകൊണ്ടാണ് ആ വിവരം വളരെ ഗോപ്യമായി വെച്ചുകൊണ്ട് കൃത്യമായി അടുത്ത പ്ലാനിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ ഹോർമൂസ് കടലിനെ ആക്രമിക്കും, ആ ഹോർമൂസ് കടലിലൂടെ പോകുന്ന കപ്പലുകളെ ഞങ്ങൾ തകർക്കും. ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ ആക്രമണം നടത്തി 30ഓളം പേർക്കാണ് പരിക്കേറ്റത്. ആ അപകടത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി, അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ തകർക്കാനുള്ള ശ്രമം നടത്തി. എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്നുള്ളൊരു പുതുതന്ത്രമാണ് ഇപ്പോൾ ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇവർ കൂടുതലായിട്ട് സ്ലീപ്പർ സെല്ലുകളെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഉണർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ, ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ആ വിദേശ ശക്തികളുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ അപഹാസ്യരാക്കും. ഇതാണ് ഇറാന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് മൊജ്തബ ഖമനേയി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം ഔദ്യോഗികമായി ഇറാൻ ഭരണകൂടം വ്യക്തമാക്കാത്തത്. ഇയാൾ ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ തോറ്റുപോയി എന്നൊരർത്ഥം കൂടി അതിന് വരും. അതുണ്ടാകാതിരിക്കരുത്. അതുകൊണ്ട് യുദ്ധതന്ത്രം അനുസരിച്ച്
ഇറാൻ ചില സ്റ്റെപ്പുകൾ മുന്നോട്ടേക്ക് വെക്കുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് IRGC എന്ന് പറയുന്ന ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവരും അവരുടെ ഉപവിഭാഗങ്ങളായ ഈ ഖുദ്സ് ഫോഴ്സ് പോലെയുള്ള ഈ പ്രോക്സികളിൽ ഇവരുടെയൊക്കെ സഹായം ഏത് രീതിയിൽ ഇറാൻ ഉപയോഗപ്പെടുത്തുന്നു, ഹൂത്തികളെയും ഹിസ്ബുള്ളയും ഒക്കെ തന്നെ ഇപ്പോൾ തന്നെ രംഗത്തിറക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇറാന്റെ നീക്കം ഇനി അപ്രതീക്ഷിതമായിരിക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അമേരിക്കയും ഇസ്രായേലും നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ബിഗ് വേവ് ഇറാന് മേൽ ഉണ്ടായേക്കാമെന്ന് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്. ഈ ബിഗ് വേവ്, അതായത് ഒരു അമാനുഷികമായ തരംഗം, അതിനെ തടഞ്ഞു നിർത്താൻ, അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ എത്രത്തോളം നാൾ കഴിയുമെന്നുള്ളത് ഈ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.